ഷോൺ, വളരെയധികം ഉത്തരവാദിത്തത്തിലേക്ക് വരേണ്ടത് നിലവിൽ BJP ആണ് കേരളത്തിൽ. അത്തരത്തിലാണ് ഇവിടുത്തെ ആശങ്കകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. ശ്രീ ഷോൺ ജോർജ്, വളരെ പെട്ടെന്ന്. അല്ല, ഇപ്പോ ഇതിനു മുമ്പ് ചോദിച്ച ചോദ്യത്തിലേക്കാണ് എന്റെ ചോദ്യം പോകുന്നത്. എന്തുകൊണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നാഷണലിസ്റ്റ് ചിന്താഗതിയുള്ള ഇസ്ലാം സഹോദരങ്ങൾ ഇത്തരം പ്രവണതകൾക്കെതിരെ കൃത്യമായി പ്രതികരിക്കുന്നില്ല? സെയിന്റ് റീത്ത സ്കൂളിൽ ഇവിടെ ഈ ഒരു വിഷയമുണ്ടായി. ആ വിഷയമുണ്ടായ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ആ കന്യാസ്ത്രീമാർക്കെതിരെ നടന്ന പ്രചരണങ്ങൾ എന്താണ് നമ്മൾ കണ്ടു. അവിടെ പ്രശ്നമുണ്ടാക്കിയ SDPയെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ കോൺഗ്രസോ CPM ഇവിടെ തയ്യാറായില്ല. അവിടെ SDPI ആണ് അവിടെ ചെന്ന് ഞാനാണ് പാർട്ടിയെ പ്രതികരിച്ച ആ സിസ്റ്റർമാരുടെ അടുത്ത് ചെന്ന് ഞാൻ ആ സിസ്റ്റർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ സിസ്റ്റർമാർ ഭയപ്പെട്ടിരിക്കുകയായി. അവർക്ക് പുറത്ത് മിണ്ടാൻ പേടിയായിരുന്നു, അവർക്ക് ആശ്രയം ആരുമില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് അവർക്ക് പിന്തുണ അറിയിച്ചു. ന്യായമായ ഏത് കാര്യത്തിന് ഈ സ്കൂളിന്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ BJPയുടെ സഹായം ഉണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവിടെ വന്ന കോൺഗ്രസ് ജനപ്രതിനിധി പറഞ്ഞെന്താണ്, അവിടെ RSSും BJPയും അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. RSSും BJPയും അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സെയിന്റ് റീത്ത സ്കൂളിന്റെ അവസ്ഥ? നിങ്ങൾ അത് ചിന്തിക്കണേ. അപ്പോ ഇവിടെ അവിടെ നടന്ന തലേ ദിവസവും അതിന്റെ മുമ്പിലത്തെ ദിവസവും അവിടെ നടന്ന SDPയുടെ നേതൃത്വത്തിൽ അവിടെ നടന്ന കയ്യേറ്റ ശ്രമങ്ങൾ, അവിടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ടീച്ചേഴ്സിനെ ഉൾപ്പെടെയുള്ള ചീത്ത വിളിച്ച സംഭവങ്ങൾ നിങ്ങളറിയാം. ആ സ്കൂളിൽ തട്ടവിട്ട ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ആ കന്യാസ്ത്രീമാരോടൊപ്പം ആ തട്ടവിട്ട ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. എന്നാ പിന്നെ ആ കന്യാസ്ത്രീമാർക്ക് തട്ടത്തിനോടോ അവരുടെ വേഷധാരത്തോടോ മുസ്ലിം സമുദായത്തോടോ വിരോധമുണ്ടെങ്കിൽ ആ തട്ടവിട്ട ടീച്ചേഴ്സിനെ അവിടെ പഠിക്കാൻ അനുവദിക്കും. പക്ഷേ ഇതൊരു അജണ്ടയാണ്. SDP ആ അജണ്ടയെ തുറന്ന് അഭിസംബോധന ചെയ്യാൻ മതേതരവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കോൺഗ്രസോ CPMോ അവിടെ തയ്യാറാകുന്നതെന്ന് മാത്രമല്ല, SDPയും ജമാഅത്തെ ഇസ്ലാമിയും പോലെ രാജ്യവിരുദ്ധ ശക്തികളെ, മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ശക്തികളെ പാലൂട്ടി വളർത്തുന്ന നിലപാടിൽ നിന്നും കോൺഗ്രസ് CPMും പിന്നോട്ട് പോയില്ല എങ്കിൽ ഇന്നലെ താമരശ്ശേരി ബിഷപ്പിന് ലഭിച്ച കത്ത്, ആ കത്തിന്റെ കോപ്പി സെയിന്റ് റീത്ത സ്കൂളിലെ പ്രിൻസിപ്പലിന് ലഭിച്ചെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോ ഇത് വ്യാപകമായി കേരളം മുഴുവൻ വ്യാപകമായി ഇത്തരത്തിൽ ഇപ്പൊ ഉള്ള ഭീഷണി എന്താണ്? കേരളത്തിലുള്ള ക്രൈസ്തവ സമുദായത്തിന്റെ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന കുട്ടികളെ ഞങ്ങൾ പിൻവലിക്കും മിണ്ടിയാൽ. സഭയുള്ള ഭീഷണിയാണ്. ഒരു കാലഘട്ടം മുഴുവൻ ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിൽ, ഈ രാജ്യത്തിന്റെ സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിൽ, വിദ്യാഭ്യാസ മേഖല കെട്ടിപ്പടുക്കുന്നതിൽ ക്രൈസ്തവ സമൂഹം കാണിച്ച പങ്ക് എന്താണ്? ആ വഹിച്ചിട്ടുള്ള പങ്കിനെ വിസ്മരിച്ചുകൊണ്ട് വർഗീയതയുടെ പേരിൽ, ഹിജാബിന്റെ പേരിൽ ഇവിടെ SDPയുടെ അജണ്ട നടപ്പിലാക്കാൻ ഇവിടെ ഈ രാജ്യസ്നേഹികളായിട്ടുള്ള എന്ന് ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന നാഷണലിസ്റ്റ് ചിന്താഗതിയുള്ളവർ പോലും ഇതിനെ തള്ളിപ്പറയാൻ തയ്യാറാകാതെ ഇവർക്ക് അടിമപ്പെട്ടു പോകുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായത് ഇവർക്ക് ഇവിടുത്തെ കോൺഗ്രസും CPMും കൂട്ടുനിൽക്കുന്നതുകൊണ്ടാണ്. ആ വിഷയത്തെയാണ് ഇവിടെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ഇത്തരം പ്രവണതകൾ ഒരു കാരണവശാലും അംഗീകരിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. ഇവിടെ ക്രൈസ്തവ സഭയെന്ന് മാത്രമല്ല, പിതാക്കന്മാർക്കും മാത്രമല്ല, കന്യാസ്ത്രീകൾക്ക് മാത്രമല്ല, ഇപ്പൊ ഒന്ന് പറഞ്ഞ രണ്ടിന് ഉടനെ നോർത്ത് ഇന്ത്യയിൽ എന്ത് സംഭവിക്കും? ആ നോർത്ത് ഇന്ത്യയിലും ആ കന്യാസ്ത്രീമാർക്ക് പ്രശ്നമുണ്ടായപ്പോൾ പോയി അവരുടെ പ്രശ്നം തീർത്ത് അവരെ ജയിൽ മോചിതരാക്കി തിരിച്ചുകൊണ്ട് മഠത്തിൽ കയറ്റിവിട്ടിട്ട് പോകുന്നവരാ ഞങ്ങൾ. ആ വിഷയം ഉണ്ടാകുന്നിടത്ത് നമുക്ക് പരിഹരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇവിടെ ഒന്ന് പറഞ്ഞ ഉടനെ നോർത്ത് ഇന്ത്യയിലാണ് നോക്കുന്നത്. ഈ നോർത്ത് ഇന്ത്യയിലോട്ട് നോക്കിയിരിക്കുന്ന കോൺഗ്രസ്സുകാരാ CPMകാരാ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കണം, നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് നോക്കണം. നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പെങ്ങന്മാരും ഈ രാജ്യത്ത് അനുഭവിക്കാൻ പോകുന്ന വലിയ ഭീകരത എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾ പാൽകൂട്ടി വളർത്തുന്ന കൈക്ക് അവർ തിരിഞ്ഞു കടിക്കുന്ന കാലഘട്ടം വിദൂരമല്ല. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പൊളിറ്റിക്കൽ ഇസ്ലാമിലൂടെ വരികയാണ്. അതിന്റെ ഒന്നാം ഘട്ടമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അനുഭവിച്ചറിഞ്ഞ, ഇത് ഏറ്റവും കൂടുതൽ ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. കാരണം അനുഭവിച്ചറിഞ്ഞ ആളാണ്. SDPയുടെ പിന്തുണയോടുകൂടി 2016 വിജയിച്ച ഒരാളാണ് PC ജോർജ്. അവരുടെ പിന്തുണ കൊണ്ട് വിജയിച്ചല്ല, പക്ഷെ അവരും ഞങ്ങളെ പിന്തുണച്ചു. ആ പിന്തുണ സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്നു. 2 വർഷക്കാലം കൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി ഇവരുടെ അജണ്ട രാജ്യമല്ല, രാജ്യവിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ പിന്തുണ വേണ്ടെന്ന് വെച്ച് 2021 തോൽവി ഏറ്റുവാങ്ങിയത്. ഒരു സമൂഹത്തിന്റെ മുഴുവൻ നമ്മളെ വെറുപ്പിച്ച് തോൽവി ഏറ്റുവാങ്ങി. ആ തോൽവി ഏറ്റുവാങ്ങിയപ്പോഴും ഈ രാജ്യവിരുദ്ധമായ ഒരു സംഘടനയെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നു, ഇപ്പോൾ ഇവരെ പാലൂട്ടി വളർത്തുന്ന കോൺഗ്രസും CPMും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന മൂർഖം പാമ്പിനാണ് നിങ്ങൾ പാല് കൊടുക്കുന്നതെന്ന് മറക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും വളരെയധികം ജാഗ്രത പാലിക്കേണ്ട സമയമാണ്.